വ്യാപാരികളോടുള്ള മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ നിലപാടുകൾക്കെതിരെ വ്യാപാര വ്യവസായ ഏകോപന സമിതി മല്ലപ്പള്ളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തി. ധർണയും പ്രതിഷേധ പ്രകടനവും ജില്ലാ പ്രസിഡന്റ് AJ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളോടുള്ള മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ നിലപാടുകൾക്കെതിരെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മല്ലപ്പള്ളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് AJ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യാപാര സ്ഥാപനം നേരത്തെ പറഞ്ഞതുപോലെ 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വ്യാപാര സ്ഥാപനത്തിനകത്ത് കക്കൂസ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് ഗവൺമെന്റ് ആലോചിക്കട്ടെ. അതുപോലെ ഈ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ 3 ബിന്നുകൾ വെക്കുക. ആ 3 ബിന്നിനകത്ത് പൊതുജനങ്ങൾക്ക് കൂടി മാലിന്യം നിക്ഷേപിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? രാവിലെ കട തുറക്കുമ്പോൾ 6-5 തെരുവിൽ കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ നേരത്തെ പറഞ്ഞപോലെ തെരുവ് കച്ചവടക്കാർ വന്ന് കട തുറക്കുന്നത് കാത്തു നിൽക്കുകയാണ്. രാവിലെ പ്രാഥമിക കൃത്യങ്ങളൊന്നും ചെയ്തില്ല. അതുകൊണ്ട് രാവിലെ നമ്മൾ കടയ്ക്കകത്തോട്ട് കയറി ഇതെല്ലാം ഒന്ന് ചെയ്തു കളയാം എന്ന് പറഞ്ഞ് വന്ന് നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കടയുടെ മുന്നിൽ രാവിലെ വരുമ്പോൾ നമ്മൾ പിന്നവിടെ വെച്ചിട്ട് പോയാൽ രാവിലെ വരുമ്പോൾ കോടി മാലിന്യം, അതുപോലെ നാട്ടിലെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന മാലിന്യം കൊണ്ടുവന്ന് നമ്മുടെ കടയ്ക്ക് മുന്നിൽ ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം വാരിക്കൊണ്ട് എവിടെ വ്യാപാരികൾ പോകും? എന്താണ് പഞ്ചായത്ത് രാജ് ആക്ട് പറയുന്നത്? ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ തലത്തിലും ഈ മാലിന്യ സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അതവരുടെ ബാധ്യതയാണ്. അതിനാണ് നമ്മൾ ഈ ലൈസൻസ് ഫീസും അതുപോലെയുള്ള ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ഈ നാട്ടിൽ വ്യാപാരം ചെയ്യുന്നത്, ജനങ്ങൾ ജീവിക്കുന്നത്. ഇതെല്ലാം മറ്റുള്ളവരുടെ ചുവലിൽ വെച്ചുകൊണ്ട് പഞ്ചായത്തിന് എന്താ ജോലി? പഞ്ചായത്തിന് വേറെ എന്താ ജോലി? പഞ്ചായത്ത് നമ്മുടെ കയ്യിൽ കരം പിരിക്കുക, പഞ്ചായത്തിൽ ഇരിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കുക, ഇത് മാത്രമാണ് പഞ്ചായത്തിന്റെ ജോലി. ഇത്തരം കാര്യങ്ങൾ പഞ്ചായത്തിലെ ഈ പ്രദേശത്തുണ്ടാകുന്ന മാലിന്യ സംസ്കരണം നടത്തുക എന്നുള്ള പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് പോലും പിന്തിരിയാൻ വേണ്ടിയുള്ള ഓരോ ശ്രമമാണ് നടക്കുന്നത്. ഇതൊരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. പ്ലാസ്റ്റിക് നിരോധനത്തിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. 10,000 രൂപയുടെ എന്താണ് സ്റ്റോക്കില്ലാത്ത സാധനമില്ലാത്ത കടകളിൽ പോലും 10,000 രൂപ ഫൈൻ അടിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ കാശില്ല. നിങ്ങൾ വായിച്ചല്ലോ, നമ്മുടെ ബഡ്ജറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. യൂണിറ്റ് പ്രസിഡന്റ് തോമസ് കുട്ടി ED അധ്യക്ഷത വഹിച്ചു. ഇന്നിപ്പോ പുതിയ ഒരു നോട്ടീസ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മല്ലപ്പള്ളി വ്യാപാരികൾക്ക് ലഭിച്ചിരിക്കുന്നു. ലൈസൻസ് എടുക്കണമെങ്കിൽ ഇന്നതൊക്കെ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? വേസ്റ്റ് ബിന്ന് വേണം. പിന്നെന്നാ വേണ്ടത്? ശൗചാലയങ്ങൾ വേണം. പിന്നെന്നാ വേണ്ടത്? കടയിൽ നിൽക്കുന്നവരെല്ലാം സുരക്ഷിത ഉറപ്പാക്കണം. ഇതെല്ലാം നമ്മുടെ 100 സ്ക്വയർ ഫീറ്റുള്ള 100 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള വ്യാപാര സ്ഥാപനത്തിന് ഇത് വെച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ അറിയാമല്ലോ, വെറും 100 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു കടയിൽ ശൗചാലയങ്ങൾ വെക്കണേനോ വേസ്റ്റ് ബിൻ വെക്കണേനോ ഒക്കെ എവിടെ വെക്കും? അതിനുള്ള സൗകര്യങ്ങൾക്ക് ആരാണ് ഉണ്ടാക്കി തരുന്നത്? ഒന്നും അവർ തരികയില്ല. ഞങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ലൈസൻസ് വേണമെങ്കിൽ അത് വേണം. പ്രിയപ്പെട്ടവര്, ലൈസൻസ് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നെങ്കിൽ ഇന്ന് മല്ലപ്പള്ളിയിൽ എത്ര വ്യാപാരികൾക്ക് ലൈസൻസ് ഉണ്ട്? വഴിയോരങ്ങളിൽ നടക്കുന്ന വ്യാപാരങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? S. ദേവദാസ്, രാജു കളപ്പുരയ്ക്കൽ, മുരളീധരൻ നായർ, സന്തോഷ് മാത്യു, മോനച്ചൻ മേപ്രത്ത്, സെബാൻ K. ജോർജ്, നിസാർ PA, ഷിബു വടക്കേടത്ത്, രാജേഷ് G. നായർ, ബിജു VG, ഐപ്പ് ദാനിയൽ എന്നിവർ പ്രസംഗിച്ചു.